എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. 4 മണി ചായയോടൊപ്പം കറുമുറേന്ന് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുറുക്കാണ്, വെറും മുറുക്കല്ല, അവൽ കൊണ്ടുള്ള മുറുക്കാണ്. ഇതുവരെ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുറുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ള അവിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൂടെ തന്നെ 1/4 കപ്പ് പൊട്ടുകടലയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഇടിയപ്പൊടി അതുപോലെ പത്തിരിപ്പൊടി ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഏതായാലും വിരോധമില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ, 1/4 ടീസ്പൂൺ പെരുങ്കായപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ജീരകത്തിന് പകരമായിട്ട് ഓമമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. അതുപോലെ എള്ള് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ചായിട്ട് വെള്ളം തെളിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്, നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാൽ സോഫ്റ്റ് ആയിരിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ മുറുക്കിൻ്റെ റെസിപ്പീസ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കാണണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഏത് അച്ചിലാണോ മുറുക്ക് പിഴിയേണ്ടത് ആ ഒരു അച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പിഴിയണ സേവനാഴി നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. അതിനകത്തേക്ക് ചില്ലിട്ട് കൊടുത്ത ശേഷം മാവ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറിൻ്റെ ചില്ലെടുക്കുക. അതുപോലെ തന്നെ 3 ഹോൾസ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചില്ലെടുത്തത്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് പിഴിഞ്ഞെടുക്കണേ. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു എണ്ണ തടവിയ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ വാഴയിലയിലോ പീച്ചിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു അച്ഛനെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ മുറുക്ക് റൗണ്ടായിട്ടൊക്കെ പിഴിയില്ലേ, അതുപോലെയൊക്കെ അതിലേക്ക് പിഴിഞ്ഞ ശേഷം എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കയ്യിലൊക്കെ ചൂട് തട്ടാൻ ചാൻസ് ഉണ്ട്. ബിഗിനേഴ്സ് അങ്ങനെ ചെയ്യണതാണ് കൂടുതൽ നല്ലത്. അതെൻ്റെ പഴയ മുറുക്കിൻ്റെ വീഡിയോസിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കാൻ നിൽക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബബിൾസൊക്കെ അടങ്ങിയ ശേഷം മാത്രമേ എണ്ണയിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൊതുവേ എനിക്ക് കടയിൽ നിന്ന് വാങ്ങണ മുറുക്ക് അത്ര ഇഷ്ടമല്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കണ മുറുക്കിനാണ് കൂടുതൽ സ്വാദ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും കേട്ടോ. 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് അവൽ, 1/4 കപ്പ് പൊട്ടുകടല. ഇതാണ് റേഷ്യോ. ഏത് കപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിച്ചത്. എന്നിട്ടും ഇത്രയും കിട്ടി. അപ്പോൾ ഇത് ധാരാളമായിട്ടൊരു 5-6 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരളവാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു. നല്ല മുരുമുരാന്നുള്ള മുറുക്കാണ്. കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ ഒരു ടൈപ്പ് മുറുക്കൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇതും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.